ഉൾപ്പെടുത്താലോ എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ വെയിറ്റ് ഗെയിൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 2 weeks ആയി. അപ്പോൾ എൻ്റെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതായത് ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കൂട്ടി, പിന്നെ നമ്പർ ഓഫ് മീൽസ് ഞാൻ ഇൻക്രീസ് ചെയ്തു, പിന്നെ കുറച്ചുകൂടെ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ചില മാറ്റങ്ങളാണ്. അങ്ങനെ വലിയ മേജർ ചേഞ്ചൊന്നും ഞാൻ എൻ്റെ ഡയറ്റിൽ വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുമ്പം അതെനിക്ക് കുറച്ച് പാടായിട്ട് തോന്നി തുടക്കത്തിലൊക്കെ. ഞാനിത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തുടക്കത്തിലൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡ് ഇങ്ങനെ കഴിക്കാനൊക്കെ. ഇപ്പം ലൈക്ക് യൂസ്ഡ് ടു ആയി. ഫസ്റ്റ് ഒരു 3-4 ഡേയ്സിലേക്ക് എനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പം കുറേ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനത് യൂസ്ഡ് ടു ആയിട്ട് വന്നു. അപ്പോൾ ഞാനൊരു ടിപ്പായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് ഫുഡ് ക്വാണ്ടിറ്റി കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാതിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. പെട്ടെന്ന് ഒരു ദിവസം കുറേ അധികം ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിക്കുന്നതിൽ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി കൂട്ടി സെക്കൻഡ് ഡേ ആക്കുക, പിന്നെ തേർഡ് ഡേ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുക, അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ രാവിലെ എണീക്കുന്നിടം തൊട്ട് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് വരെ എന്തൊക്കെ ഫുഡ് ഞാൻ കഴിക്കുന്നു, അതെപ്പോഴൊക്കെയാണ് കഴിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ യൂഷ്വലി മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് എന്തെങ്കിലും കറിയൊക്കെ ഞാനൊരു 2-3 ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഇന്ന് എനിക്കിനി നോക്കണം എന്തൊക്കെയാണ് ലഞ്ചിനൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ കറിയൊക്കെ വേണമെങ്കിൽ എനിക്കതൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിറ്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്ട് ഐറ്റ് ഇൻ എ ഡേ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കം ലെറ്റ്സ് ഈറ്റ്. ഞാൻ എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് വെള്ളം കുടിക്കുന്നത്. ഇതെനിക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ എനിക്ക് തൊണ്ട ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ വെള്ളം എടുത്ത് കുടിക്കും. എൻ്റെ ഒരു ദിവസത്തെ ഫസ്റ്റ് മീലെന്ന് പറയുന്നത് പ്രോട്ടീൻ സ്മൂത്തിയാണ്. ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച നട്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, ഡേറ്റ്സ്, ബ്ലാക്ക് റേസിൻസ്, പിന്നെ റോൾഡ് ഓട്സ് ആൻഡ് ചിയ സീഡ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കും. ആദ്യം ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിക്കും. എന്നിട്ട് അതിലേക്ക് പഴം ആഡ് ചെയ്യും. ഞാനിവിടെ ഞാലിപ്പൂവനാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ റോബസ്റ്റ അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യും. ഫ്രഷ് ക്രീം എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ, അത് നിർബന്ധമൊന്നുമില്ല. ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഇച്ചിരി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട്. ആ ഫ്രഷ് ക്രീം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, പാല് മാത്രം ചേർത്താലും മതി. പിന്നെ ഇച്ചിരി മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സിൻ്റെ മധുരം എന്തായാലും കാണും, പക്ഷേ ഇച്ചിരി കൂടെ മധുരം കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് തേൻ ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ. ഈ ഒരു സ്മൂത്തി വെറും വയറ്റിൽ കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഗുണം കിട്ടുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് കഴിക്കുന്നത് ഇതാണ്. സോ നെക്സ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അവോക്കാഡോ എഗ് ടോസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പകുതി അവോക്കാഡോ എടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് 2 ഗാർലിക് ഇടുന്നുണ്ട്. പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് സോൾട്ട് ഇട്ടു. ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്.
ഫ്രഷ് ക്രീം അല്ലെങ്കിൽ യോഗേർട്ട് ആഡ് ചെയ്യാം. ഈ അവക്കാഡോയ്ക്ക് ചെറിയൊരു ചവർപ്പ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അത് മാറാനായിട്ടാണ് ഞാൻ ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത്. ഞാൻ യോഗേർട്ട് ഇട്ടും ട്രൈ ചെയ്തിട്ടുണ്ട്, അതും ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി ഹണിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് എല്ലാം ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ആ ബ്ലെൻഡ് ചെയ്തെടുത്ത അവക്കാഡോ മിക്സ്ചർ ഞാനിങ്ങനെ ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത എഗ്സും വെച്ച് കൊടുക്കും. ഇവിടെ ഇപ്പം ഞാൻ 2 എഗ്സാണ് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്, ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ മിക്സഡ് ഹെർബ്സ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഓർഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ 3 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തേക്കുന്നത്, പിന്നെ ഒരു ഹാഫ് ആൻ അവക്കാഡോ, 2 ബോയിൽഡ് എഗ്സ്, 1 ഏത്തപ്പഴം പുഴുങ്ങിയത്. ഇത്രയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ഞാൻ നോർമലി 2 ഏത്തപ്പഴവും 2 മുട്ടയും എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു മിഡ് ടൈം സ്നാക്കായിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും. അപ്പം ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ പെർസിമോൺസ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഇരുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മിഡ് ടൈം സ്നാക്കായിട്ടിന്ന് കഴിക്കുന്നത്. ഇനി ലഞ്ചിനുള്ള കറി ഉണ്ടാക്കണം. ഞാൻ ചോറും ഫിഷ് കറിയും ഒക്കെ ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ട്. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു തോരൻ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരത്തോരനാണ് ഞാൻ വെക്കാൻ പോകുന്നത്. എൻ്റെ ഒരു ചീരത്തോരൻ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കും. പിന്നെ ചീരയുടെ തണ്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ട് ആദ്യം വേവിക്കും, കാരണം തണ്ടിനാണ് വേവ് കൂടുതൽ ഇലയെക്കാട്ടും. അപ്പോൾ ആദ്യം തണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും കുറച്ച് നേരം. എന്നിട്ട് അതിലേക്ക് ചീരയുടെ ഇല അരിഞ്ഞത് ചേർക്കും. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കും. ആ ഇലയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യും. അതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ലാസ്റ്റ് ഒന്ന് ഇടും. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. ലഞ്ചിൻ്റെ കൂടെ ഞാൻ എപ്പോഴും 1 കപ്പ് കേർഡും കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു റൈത്ത ഫോമിലാണ് കേർഡ് കഴിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ക്യാരറ്റും കുക്കുംബറും അരിയാണ്. ബ്രൗൺ റൈസാണ് ഞാൻ യൂഷ്വലി കഴിക്കുന്നത്. അപ്പോൾ റൈസ് ഒരു 3 തവി ഞാൻ എടുക്കാറുണ്ട്. അതിലേക്ക് ഞാൻ ഇത്രയും പോർഷൻ ഓഫ് ചീരത്തോരനും കൂടെ ആഡ് ചെയ്യും. ഇന്നിപ്പം ചീര ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തോരൻ എനിക്ക് സൈഡായിട്ട് വേണം, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വെച്ചിട്ട് ഞാൻ തോരനാക്കാറുണ്ട്. ഇത് ഞാൻ ഇന്നലെ വെച്ച മീൻ കറിയായിരുന്നു. ഞാൻ എന്തെങ്കിലും നോൺ വെജും എൻ്റെ ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ അത് ഫിഷ് കറി, ഫിഷ് ഫ്രൈ. എനിക്ക് എപ്പോഴും ഫിഷ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഞാൻ ചിക്കൻ അല്ലെങ്കിൽ എഗ് ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റൈത്തയും കൂടെ ഞാൻ കഴിക്കാറുണ്ട്.
സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്ക് പ്രിപ്പയർ ചെയ്യും. ഇതെൻ്റെ ഒരു പ്രീ വർക്കൗട്ട് സ്നാക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഏത്തയ്ക്ക നെയ്യിലിട്ട് വരട്ടുവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഡെയിലി 2 ഏത്തയ്ക്ക വീതം കഴിക്കും. രാവിലെ ഞാൻ ഒരു ഏത്തയ്ക്ക പുഴുങ്ങി കഴിച്ചായിരുന്നു. ഇപ്പോൾ ഞാനിത് നെയ്യിൽ വരട്ടിയെടുക്കുകയാണ്. എനിക്ക് ഏത്തയ്ക്ക വെറുതെ കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങിയും ഇങ്ങനെ നെയ്യിലൊക്കെ ആക്കിയും കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനിത് നെയ്യിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കും. ഒന്ന് മുരിയുന്നത് വരെയൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കും. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്യും. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഇടാം. പക്ഷേ എനിക്കത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു ബുൾസൈയും കൂടെ എടുക്കുന്നുണ്ട്. വർക്കൗട്ടിന് മുമ്പായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കൂടെ ഞാൻ കഴിക്കും. സോ അതിന് വേണ്ടിയിട്ടൊരു ബുൾസൈ എടുത്തു. എനിക്ക് ബുൾസൈയുടെ യോക്ക് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് പൊട്ടിക്കും. എന്നിട്ട് ഞാനിങ്ങനെ അടച്ചു വെച്ചൊന്ന് വേവിക്കും. എനിക്ക് കുറച്ച് വെന്തിരിക്കുന്ന ബുൾസൈയാണ് ഇഷ്ടം. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ പ്രീ വർക്കൗട്ട് സ്നാക്ക്. ഒരു ഏത്തപ്പഴം നെയ്യിലിട്ട് വരട്ടിയതും ഒരു എഗ് ബുൾസൈ. അപ്പോൾ എനിക്ക് ജിമ്മിൽ പോകാൻ ടൈമായി. ഞാൻ പോകാനായിട്ട് റെഡി ആവുകയാണ്. ഞാൻ യൂഷ്വലി ഒരു 1 hour ജിമ്മിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. 1 മണിക്കൂറോളം ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ജിമ്മിൽ നിന്ന് ഞാൻ തിരിച്ചെത്തി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ലസ്സി വാങ്ങിയായിരുന്നു. മുരല്ലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫ്രൂട്ട് ലസ്സി. ഇത് പാഷൻ ഫ്രൂട്ട് ഫ്ലേവറിൽ വരുന്ന ഒരു ലസ്സിയാണ്. ഞാനങ്ങനെ ഒരു ലസ്സി ഫാൻ അല്ല, പക്ഷേ പാഷൻ ഫ്രൂട്ട് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു ഫ്ലേവറിൽ ലസ്സി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് നിന്ന് ലസ്സി കഴിക്കുകയാണ്. ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനി ഡിന്നർ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ചപ്പാത്തിയാണ് ഇന്ന് ഡിന്നറിന് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കുകയാണ്. ആദ്യം ഞാൻ ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് കറിവേപ്പിലയും ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. സവോള ഉപ്പിട്ടൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഞാൻ തൊണ്ടൻ മുളകാണ് ഇവിടെ ഇടുന്നത്. ഇത് ഈ ട്രിവാൻഡ്രം സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് മുളകാണ്. വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രത്താണ് ഞാനിത് കണ്ടിട്ടുള്ളത്, ഈ ഒരു ടൈപ്പ് മുളക്. അപ്പോൾ അത് ഞാൻ 2 എണ്ണം അരിഞ്ഞിട്ടു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ചേർത്തു. എന്നിട്ടൊന്ന് നല്ലോണം എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യാണ്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ 3 ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പം മുഴുവനായിട്ടിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം, കട്ട് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്തിട്ടാണേലും ഇതിൻ്റെ കൂട്ടത്തിലിട്ട് യോജിപ്പിക്കാം. അപ്പം ഞാനിപ്പം അത് മുഴുവനായിട്ട് ബോയിൽ ചെയ്ത് അവിടെ വെച്ച് തന്നെ അത് മാഷ് ചെയ്ത് ഇടുകയാണ്. ഇപ്പം പൊട്ടറ്റോ ഒക്കെ നല്ലോണം മാഷ് ചെയ്ത് അത് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് യോജിപ്പിക്കുകയാണ്. ഇതിലേക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. പൊടികളൊക്കെ ഇട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാനൊരു 3 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ചാൽ ആ ഒരു പച്ച ചൊവ കറിക്ക് വരും. അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതൊരു 3 ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കണം. കുറച്ച് നേരം ഒരു തിള വരണം. തിള വന്നു കഴിഞ്ഞ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചപ്പാത്തി ചൂടാണ്. ഞാൻ പാക്കറ്റിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഡിന്നർ റെഡിയായി. ഞാൻ 3 ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ 3 ചപ്പാത്തിയും കിഴങ്ങ് കറിയുമാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഒരു ദിവസം കഴിക്കുന്നത്. എൻ്റെ ഈ വെയിറ്റ് ഗെയിൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ഫുഡ് റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വ്ലോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ബൈ.